ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ 151ാമത്തെ ജന്മദിനാശംസകൾ നേരുന്നു. ഇന്ന് ടീച്ചർ എടുക്കാൻ പോണത് 10th സ്റ്റേറ്റിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ലെസണിലെ ബാക്കി ഭാഗമാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ലെസണിലെയാണ് നമ്മൾ നേരത്തെ 3 ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈഫ് 5 square into 5 raised to 4 into 5 raised to 6 into etc. 5 raised to 2n equal to 0.04 all raised to -21. What is n? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 5 square into 5 raised to 4 into 5 raised to 6 into etc. 5 raised to 2n equal to 0.04 all raised to -21. ഇതാണ് തന്നിരിക്കുന്ന സീക്വൻസ്. അപ്പോൾ വാട്ട് ഈസ് n എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എക്സ്പോണന്റ് റൂൾ പ്രകാരം a raised to m into a raised to n equal to a raised to m plus n. ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇതൊരു എക്സ്പോണന്റ് ലോയാണ്. അതായത് a raised to m into a raised to n equal to a raised to m plus n നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതേ നിയമം അനുസരിച്ച് ഇവിടെ എന്ത് എഴുതാം? 5 raised to ഇതിന്റെ പവറുകളെല്ലാം നമുക്ക് പ്ലസ് ചെയ്യാം. അതായത് 2 plus 4 plus 6 plus etc. plus 2n equal to 0.04 all raised to -21 അങ്ങനെ തന്നെ. ഇനി വീണ്ടും 5 raised to 2 plus 4 plus 6 plus etc. plus 2n equal to ഇതൊരു ഡെസിമൽ നമ്പർ അല്ലേ? ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം, ഭിന്നസംഖ്യ ആക്കി എഴുതാം. അതായത് പോയിന്റിലാണ് ഈ നമ്പർ നമ്മൾ 4 എന്ന് എഴുതുക. ബൈ പോയിന്റ് ആയിട്ട് എത്ര ഡിജിറ്റാ? 2 ഡിജിറ്റ്. അപ്പോൾ 2 സീറോയുടെ നമ്പർ ഏതാ? 100. അപ്പോൾ ബൈ 100 ഓൾ റേസ് ടു -21 എന്ന് എഴുതും. ഇനി ഈ സൈഡിലുള്ളത് ഇങ്ങനെ തന്നെ എഴുതാം. 5 raised to 2 plus 4 plus 6 plus etc. plus 2n equal to 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? 25. അപ്പോൾ 25 ഓൾ റേസ് ടു 21 എഴുതും. ഇനി ഈ 5 raised to 2 plus 4 plus 6 plus etc. plus 2n അങ്ങനെ എഴുതി 25ന് നമ്മൾ എന്തെന്ന് പറയും? 5 into 5, അതായത് 5 സ്ക്വയറിന് എഴുതി ഓൾ റേസ് ടു 21. ഇനി ഈ സൈഡിലുള്ളത് അങ്ങനെ തന്നെ എഴുതി 5 raised to 2 into 21 എന്താ? 42. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ രണ്ടവിടെ പവർ ബേസുകൾ ഒരേപോലെയാണ്. അപ്പം നമ്മൾ വേറൊരു ലോ പഠിച്ചിട്ടുണ്ട്. a raised to m equal to a raised to n ആണെങ്കിൽ m equal to എന്തായിരിക്കും? n. അതായത് ബേസുകൾ ഒരേപോലെയാണെങ്കിൽ പവറുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? ഇവിടെ പവറുകൾ ബേസുകൾ ഒരേപോലെ ആയതുകൊണ്ട് പവറുകൾ ഒരേപോലെ എഴുതും. അതായത് 2 plus 4 plus 6 plus etc. plus 2n equal to 42 അങ്ങനെ എഴുതും. അപ്പോൾ ബേസ് താഴെയുള്ളത് ഒരേപോലെയാണെങ്കിൽ മേലത്തെ പവറുകൾ അങ്ങനെ എഴുതും. ഇനി നമുക്ക് ഇതിന്ന് കോമൺ ആയിട്ട് 2 ഔട്ട്സൈഡ് എടുക്കും. കോമൺ ആയിട്ട് 2 ഔട്ട്സൈഡ് എടുക്കാവുന്ന ഇതിൻ്റെ അർത്ഥം 2 കൊണ്ട് ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഉള്ളിൽ 2 ഔട്ട്സൈഡ് എടുത്തു. 2 into 1 plus 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്ലസ് 2nനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n ഈക്വൽ ടു 42 എന്ന് എഴുതി. ഇനി ഈ 1 plus 2 plus 3 plus etc. plus n ഇവിടെ നിർത്തുക. ഇൻറ്റു 2 അങ്ങോട്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ? ഡിവൈഡഡ് ബൈ 2. ടീച്ചർ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്, മൈനസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ്, ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ, ഡിവിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1 plus 2 plus 3 plus etc. plus n ഈക്വൽ ടു 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 21 കിട്ടി. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമുല ലെസൺ തുടങ്ങുമ്പോഴേ ഫോർമുല എല്ലാവരും പഠിക്കുന്നതാണ്. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അതായത് എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല കാണാതെ പഠിക്കണം. ഹാഫ് n into n plus 1, ഹാഫ് n into n plus 1 അല്ലെങ്കിൽ n into n plus 1 by 2. എങ്ങനെ പറഞ്ഞാലും ഇങ്ങനെയായാലും ഇങ്ങനെയായാലും കറക്റ്റാണ്. അപ്പോൾ ഹാഫ് n into n plus 1 ഈക്വൽ ടു ഈ 21 അങ്ങനെ എഴുതും. ഇനി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പോൾ n into n plus 1 ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2.
അപ്പോൾ 21 ഇൻറ്റു 2 എന്ത് കിട്ടി 42. ഇനി n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 1 n ഈക്വൽ ടു 42. ഇനി 42ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും മൈനസ് n സ്ക്വയർ പ്ലസ് n മൈനസ് 42 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. അത് നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിക്കും. ഇപ്പോൾ അത് കൂടാതെ നമുക്ക് നേരത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗം പ്രൊഡക്റ്റും ഈ ഭാഗം സമ്മുമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -42 കിട്ടണം. ഏതെങ്കിലും രണ്ട് നമ്പർ ആ സെയിം നമ്പർ പ്ലസ് ചെയ്യുമ്പോൾ +1 കിട്ടണം. അപ്പോൾ നമ്മൾ രണ്ട് നമ്പർ എടുക്കുകയാണ്. രണ്ട് നമ്പർ 7ഉം 6ഉം ആണ്. 7 ഇൻറ്റു 6 എന്താ 42. പക്ഷെ നെഗറ്റീവ് വരണം. അപ്പോൾ നമുക്ക് 7 നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ -7 ഇൻറ്റു 6 എന്താ -42 എന്ന് വരും. പക്ഷെ -7 പ്ലസ് 6 എന്ത് വരും -1 വരും. പക്ഷെ -1 ആണ് ഇവിടെ അല്ല. അപ്പം അതുകൊണ്ട് ഈ നെഗറ്റീവ് ചേഞ്ച് ചെയ്യുക. ഇതിന് -6 കൊടുക്കുക. മനസ്സിലായോ? ഇതിന് അപ്പോൾ 7 ഇൻറ്റു -6 -42. 7 പ്ലസ് -6 +1 ഉണ്ടോ? അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. n + 7 ഇൻറ്റു n - 6 ഈക്വൽ ടു 0. അപ്പം n ഈക്വൽ ടു -7 ഓർ n ഈക്വൽ ടു +6. അപ്പം നമ്മൾ എന്നിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് നമ്പർ എടുക്കില്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവ് നമ്പർ എടുക്കുക. അപ്പോൾ +6 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യനിൽ എല്ലാം പവറായിട്ടാണ് തന്നിരിക്കുന്നത്. ബേസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പവറുകളെല്ലാം പ്ലസ് ചെയ്തു. പ്ലസ് ചെയ്തിട്ട് ഈ ഭാഗം മാറ്റുക. ഈ ഭാഗം ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷനാക്കി എഴുതി. ഫ്രാക്ഷനാക്കി എഴുതിയിട്ട് ഇത് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ നമ്പറിനെ എന്ത് ചെയ്തു? തരംതിരിച്ചിട്ടു. റെസിപ്രോക്കൽ എഴുതി. ഇവിടെ -21 ആയതുകൊണ്ട് ഇതിനെ തിരിച്ചിടുമ്പോൾ +21 ആയി. ഈ 100/4 എന്ന് പറഞ്ഞത് 20. ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ എഴുതി. 100/4 എന്ന് പറഞ്ഞാൽ 25 ആണ്. റേസ് ടു 21. 25 എന്ന് പറഞ്ഞത് 5 ഇൻറ്റു 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ ഓൾ റേസ് ടു 21. അപ്പോൾ 5 റേസ് ടു 2 ഇൻറ്റു 21 എന്താ 42. ഇനി ഇവിടെ രണ്ടവിടെ ബേസ് ഒരേപോലെ ആയതുകൊണ്ട് നമ്മൾ പവറുകൾ ഒരേപോലെ എഴുതി. എന്നിട്ട് ഇതിന്ന് 2 ഔട്ട് സൈഡ് എടുത്തു. അതായത് 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ 1 + 2 + 3 + എക്സെട്ര + n കിട്ടി. ഈ 2 ഔട്ട് സൈഡ് എടുത്തത് അങ്ങനെ തന്നെയാണ്. ഈ 42 അങ്ങനെ തന്നെയാണ്. ഇനി ഈ 1 + 2 + 3 + എക്സെട്ര + n ഈക്വൽ ടു ഇൻറ്റു 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി /2 ആയി. ഇനി 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 21 കിട്ടി. ഇത് അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്കറിയാം ഇത് നാച്ചുറൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. n-യുടെ തുകയാണ്. അത് കാണാനുള്ള ഫോർമുല ½ n ഇൻറ്റു n + 1 ഈക്വൽ ടു ഈ 21 അങ്ങനെ തന്നെയാണ്. ഇനി /2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഇൻറ്റു 2. അപ്പോൾ n ഇൻറ്റു n + 1 ഈക്വൽ ടു 21 ഇൻറ്റു 2. ഇനി n ഇൻറ്റു n + 1 ഈക്വൽ ടു 21 ഇൻറ്റു 2 എന്താ 42. ഈ 42ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -42 ആവും. ഒന്നുകിൽ ഈ ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ -42 കിട്ടണം, പ്ലസ് ചെയ്യുമ്പോൾ +1 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് 7ഉം 6ഉം ആണ്. അതായത് 7 ഇൻറ്റു -6. അപ്പോൾ നമ്മൾ n + 7 ഇൻറ്റു n - 6 0 എന്ന് എഴുതി. n ഈക്വൽ ടു +7 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -7, -6 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +6. അപ്പോൾ -7ഉം 6ഉം ആണ് രണ്ട് വാല്യൂസ്. ഇതിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് എടുക്കുക. അത് n ഈക്വൽ ടു 6. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, let the algebraic expression of an arithmetic sequence be 6n + 3. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 6n + 3. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം, തുക കണ്ടുപിടിക്കണം. റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഓഫ് ദ സം. ആ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കും സമ്മിന്റെ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ആദ്യം ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ 6n + 3 തന്നിട്ടുണ്ട്. അതായത് എക്സൻ ടേം തന്നിട്ടുണ്ട് 6n + 3. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n-ന് 1 കൊടുത്താൽ മതി. അപ്പം x1 ഈക്വൽ ടു
6 into 1, 6 and 1, 6 into n, 6 into 1 plus 3, 6 into 1, 6 plus 3 equal to 9. ഇതാണ് ഫസ്റ്റ് ടേം. ഇനി find the sum of first 20 terms of the sequence അല്ലേ കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് x20th ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. കാരണം സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് 20th ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം x20 ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 20 കൊടുത്തു. 6 into 20 plus 3, 6 into 20 120 plus 3 equal to 123. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി 20th ടേമും കിട്ടി. ഇവിടെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആയതുകൊണ്ടാണ് x20 കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ് നമുക്ക് കിട്ടിയത്? 9 പ്ലസ് ലാസ്റ്റ് ടേം എന്താ കിട്ടിയത്? ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20th ടേം എത്രയാ? 123. ഇനി 20/2 എന്ന് പറഞ്ഞത് 10 ഇൻറ്റു 9 പ്ലസ് 123 എത്രയാ? 132. അപ്പോൾ 10 ഇൻറ്റു 132 ഈക്വൽ ടു 1320. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് nth ടേം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം ആദ്യം കണ്ടുപിടിക്കാം. അതായത് എന്നിന് 1 കൊടുത്തിട്ട് ഫസ്റ്റ് ടേം കിട്ടി. അത് കഴിഞ്ഞിട്ട് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 20th ടേം എന്താണെന്ന് പറയാം. അപ്പോൾ x20 കണ്ടുപിടിച്ചു. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 20 എഴുതി. എന്നിട്ട് നമുക്ക് 123 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി 20th ടേമും കിട്ടി. ഇനി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാ? 9 പ്ലസ് ലാസ്റ്റ് ടേം എത്രയാ? 123. 20/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ഇൻറ്റു 9 പ്ലസ് 123 132. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1320. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച സമ്മിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ എപ്പോഴും nth ടേമിന് വാല്യൂ ഉണ്ടാവില്ല. ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ എപ്പോഴും എന്നിന് എന്തുണ്ടാവില്ല? വാല്യൂ ഉണ്ടാവില്ല. കൂടെ നോക്കിയാൽ സം ഓഫ് n ടേംസ് ഇസ് ഈക്വൽ ടു, അതാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, ഈക്വൽ ടു n/2 ഇൻറ്റു x1 ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. അപ്പോൾ n/2 ഇൻറ്റു എന്നിന് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 9 പ്ലസ് xn, nth ടേം എത്രയാണ്? 6n പ്ലസ് 3. ഇനി n/2 ഇൻറ്റു 6n പ്ലസ് 9 പ്ലസ് 3 എത്രയാണ്? 12. ഇനി n/2 ഇൻറ്റു ഇതിന്ന് രണ്ടിന്നും കോമൺ ആയിട്ട് നമ്മൾ 2 ഔട്ട്സൈഡ് കൊടുക്കും. അതായത് 2 കൊണ്ട് ഇതിന് രണ്ടിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6. കോമൺ ആയിട്ട് ഏത് നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 2. 2 2 വെട്ടിപ്പോയി. n ഇൻറ്റു 3n പ്ലസ് 6. അപ്പോൾ എന്ത് കിട്ടി? 3n ഇൻറ്റു n 3n സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു n 6n. അപ്പോൾ നമ്മൾ എന്തിൻ്റെയും സം ഓഫ് n ടേംസ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, സമ്മിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ചോദിച്ചാൽ എപ്പോഴും അതിൽ എന്നിന് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക. ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. 2x plus 1, 4x minus 1, 5x plus 1, etc. are in arithmetic sequence. അതായത് ഇതൊരു സീക്വൻസിലെ ഇതൊരു ശ്രേണിയാണ്. 2x plus 1, 4x minus 1, 5x plus 1. ഇതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഫൈൻഡ് x. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യ സീക്വൻസ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ 2x plus 1, 4x minus 1, 5x plus 1, etc. അപ്പോൾ നമുക്കറിയാം ഒരു സീക്വൻസ് ആണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു എന്താ? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഒരു സീക്വൻസ് ആണെങ്കിൽ, ഒരു ശ്രേണിയാണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം 4x minus 1 മൈനസ്
സെക്കൻഡ് ടേം എന്താ? സെക്കൻഡ് 4x മൈനസ് 1 മൈനസ് ഫസ്റ്റ് ടേം എന്താ? 2x പ്ലസ് 1 ഈക്വൽ ടു തേർഡ് ടേം എന്താ? 5x പ്ലസ് 1 മൈനസ് സെക്കൻഡ് ടേം 4x മൈനസ് 1. ഇനി 4x മൈനസ് 1 മൈനസ് ഇൻറ്റു 2x ബ്രാക്കറ്റ് കളയണം. ഇങ്ങനെ രണ്ട് വേരിയബിൾ രണ്ട് നമ്പർ വരികയാണെങ്കിൽ എപ്പോഴും ബ്രാക്കറ്റ് ഇടണം കേട്ടോ. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന് ബാധകമാണ് ഈ മൈനസ്, അത് ഓർക്കുക. മൈനസ് ഇൻറ്റു 2x മൈനസ് 2x മൈനസ് ഇൻറ്റു 1 മൈനസ് 1 ഈക്വൽ ടു 5x പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഇൻറ്റു 4x മൈനസ് 4x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1. ഇനി എക്സുകൾ ഒരുമിച്ച് ചെയ്യാം. 4x മൈനസ് 2x കുറച്ചപ്പോൾ 2x മൈനസ് 1 മൈനസ് 1 കൂടി ചെയ്തപ്പോൾ മൈനസ് 2. ഒരേപോലത്തെ സൈനുള്ള നമ്പറുകൾ വന്നാൽ നമ്പേഴ്സ് നമ്മൾ പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ ഉണ്ട്. അപ്പോൾ മൈനസ് 1 കൂടി ആഡ് ചെയ്തപ്പോൾ മൈനസ് 2 ഈക്വൽ ടു 5x 4x മൈനസ് ചെയ്താൽ ഒരു എക്സ് പ്ലസ് 1 കൂടി ആഡ് ചെയ്തപ്പോൾ പ്ലസ് 2. ഇനി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഈക്വൽ ടുവിൻ്റെ പ്രതി കൊണ്ടുവരും. അപ്പോൾ 2x അങ്ങനെ എഴുതി. പ്ലസ് എക്സ് ഈക്വൽ ടുവിൻ്റെ പ്രതിക്ക് വന്നപ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു 2 അങ്ങനെ എഴുതി. മൈനസ് 2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ പ്ലസ് 2. ഇനി 2x ഒരു എക്സ് മൈനസ് ചെയ്തപ്പോൾ ഒരു എക്സ് 2 പ്ലസ് 2 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 4. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം, എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 3 ടേം തന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താലും തേർഡ് ടേമിന് സെക്കൻഡ് ടേമും മൈനസ് ചെയ്താലും ആൻസർ എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എഴുതി ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എഴുതി. ഇനി സെക്കൻഡ് ടേം എന്ന് പറഞ്ഞത് 4x മൈനസ് 1 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് 2x പ്ലസ് 1. ഇവിടെ ബ്രാക്കറ്റ് ഇടണം, മൈനസ് ആയതുകൊണ്ട്. പ്ലസ് പ്രശ്നമില്ല, മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. ഈക്വൽ ടു തേർഡ് ടേം എന്ന് പറഞ്ഞത് 5x പ്ലസ് 1 മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞത് 4x മൈനസ് 1. ഇനി ഇതിന് സ്പ്ലിറ്റ് ചെയ്തു. 4x മൈനസ് 1 മൈനസ് ഇൻറ്റു 2x മൈനസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 ഈക്വൽ ടു 5x പ്ലസ് 1 അങ്ങനെ എഴുതി. മൈനസ് 4 ഇൻറ്റു 4x മൈനസ് 4x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1. ഇനി എക്സുകൾ ഒരുമിച്ച് ചെയ്യാം. 4x മൈനസ് 2x മൈനസ് 1 ചെയ്തപ്പോൾ മൈനസ് 2. 5x 4x കുറച്ചപ്പോൾ ഒരു എക്സ് പ്ലസ് 1 ആഡ് ചെയ്തപ്പോൾ പ്ലസ് 2. ഇനി എക്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. 2x മൈനസ് പ്ലസ് എക്സ് അപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു 2 മൈനസ് 2 അപ്പുറത്തേക്ക് പോയപ്പോൾ പ്ലസ് 2. 2x എക്സ് കുറച്ചപ്പോൾ എക്സ് 2 പ്ലസ് 2 4. എക്സിൻ്റെ വാല്യൂ എന്താ? 4. ഇനി നമുക്ക് സെക്കൻഡ് വൺ റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയതുകൊണ്ട് ഈ സീക്വൻസിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ 4 കൊടുക്കുക. അതായത് 2x പ്ലസ് 1 4x മൈനസ് 1 5x പ്ലസ് 1. 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഈ 4 കൊടുക്കുക. 2 ഇൻറ്റു 4 പ്ലസ് 1 4 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. 4 ഇൻറ്റു 4 മൈനസ് 1. അടുത്തത് 5 ഇൻറ്റു എക്സ് എന്നാണ്. 5 ഇൻറ്റു 4 പ്ലസ് 1 എക്സെട്ര. 2 ഇൻറ്റു 4 8 8 പ്ലസ് 1 9. 4 ഇൻറ്റു 4 16 16 മൈനസ് 1 15. 5 ഇൻറ്റു 4 20 20 പ്ലസ് 1 21. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ സീക്വൻസ് കിട്ടി 9 15 21. ഇനി നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ കാണാൻ nth ടേമിൻ്റെ ഫോർമുല അറിയാലോ. xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ്? 9 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. 15 9 മൈനസ് ചെയ്ത് എത്രയാണ്? 6. ഇതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ അത് ഇൻറ്റു 6 9 പ്ലസ് 6 ഇൻറ്റു n 6n 6 ഇൻറ്റു മൈനസ് 1 മൈനസ് 6. ഇനി 6n അങ്ങനെ എഴുതി. 9 6 കുറച്ചപ്പോൾ എന്താ? പ്ലസ് 3. ഇതാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് ഈ 3 ദിവസത്തിന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാധാരണ ടീച്ചർ പറയണ പോലെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.